ഹായ്, ഞാൻ അന്ന് പറഞ്ഞില്ലേ എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം. ഇനി ഞാൻ എന്തെങ്കിലും കമ്പന്തേനി പോകുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരെയും കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു അവസരം വന്നെത്തിക്കുകയാണ്. എൻ്റെ വീട്ടുകാരുമായിട്ട് കമ്പന്തേനി കാണാൻ പോവുകയാണ്. ഹായ്, ഇന്നത്തെ നമ്മുടെ യാത്ര വെറും യാത്രയല്ല, ഞാൻ തനിച്ചല്ല, ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള ഒരു യാത്രയാണ്. ഞാൻ എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടവർക്കറിയാം. ഞാൻ നേരത്തെ കമ്പന്തേനിയിലെ മുന്തിരിത്തോട്ടം കാണാൻ പോയപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയും ഭാര്യയും എൻ്റെ ഫാമിലിയെ അതുകൊണ്ട് കാണിക്കണം, അവരെപ്പോഴും പറയുന്നതാണ്. പക്ഷേ എന്താ പറയുക, അവിചാരിതമായിട്ട് ഞാൻ ആ സ്ഥലത്ത് പോയപ്പോൾ ആ തോട്ടത്തിൽ കയറിയിരുന്നു. പക്ഷെ അന്ന് ഞാൻ തീരുമാനം എടുത്താണ് അവരുമായിട്ട് ഒരു ദിവസം അവിടെ പോകുന്നുള്ളത്. അപ്പോൾ ഇന്നെന്താ നമ്മുടെ യാത്ര നേരെ കമ്പന്തേനിയിലേക്കാണ് വിത്ത് ഫാമിലി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയെന്ന് പറയുന്നത് ഇവിടെ നേരെ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. മുണ്ടക്കയം കയറി വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസിലാണ് ഇപ്പം നമ്മൾ കറക്റ്റ് നിൽക്കുന്നത്. ഇനി ഇവിടെ നേരെ കുമളി വഴി നേരെ ചെല്ലുന്നത് കമ്പന്തേനി മുന്തിരിത്തോട്ടത്തിലൊക്കെ ആയിരിക്കും. അതിനിടയിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണും. ചിലപ്പോൾ തിരിച്ചു വരുന്ന വഴിക്കായിരിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലും കാണുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഞാൻ ഇനി പോകുമ്പോൾ കമ്പന്തേനി കൊണ്ടുവന്നു. ആ, ഇതാണ് അനിയൻ, അച്ഛൻ, അമ്മ, അനിയൻ, ദേവു. അവിടേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലപ്പെരിയാറിൻ്റെ പൈപ്പ് ലൈനാണ് പോകുന്നത്. കൊച്ചുള്ളിയാണോ സബോളയോ ഉള്ളിയോ ഏതാണ്ടാവും കേട്ടോ. വളരും മാനിലച്ചെടിയെ പാലോളം വളരും. ഇതാണോ കമ്പം? ഇത് കാണാനാണോ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിച്ചത്? വണ്ടി സൈഡൊക്കെ ഇങ്ങനെ എനിക്കൊന്ന് കാര്യമായിട്ട് കാണാനുണ്ട്. ഞാനോ ഇല്ല. ഹായ്, വാഴത്തോട്ടം. നമ്മളവിടെ ഇങ്ങനെ വാഴത്തോട്ടം വെച്ചത് ഇവിടുന്നല്ലേ വാഴക്കൊലയൊക്കെ അങ്ങോട്ട് കയറി. ഭക്ഷണം കഴിക്കാനായിട്ട് വണ്ടി നിർത്തേക്കാണ്. എൻ്റെ സംശയം എന്താ പറയുക, ഞാൻ അന്ന് ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് വന്ന സമയത്ത് കുമളി ചുരം കയറി മേളിൽ വന്നപ്പോഴത്തേക്ക് തേക്കടി കണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തേക്കടി കണ്ടില്ല. എനിക്ക് വഴി തെറ്റിപ്പോയതാണോ എന്നുള്ള സംശയമാണ്. പക്ഷേ എന്തായാലും ചെക്ക് പോസ്റ്റിന് മുമ്പാണ് എന്തായാലും തേക്കടി കാണേണ്ടത്. അപ്പോൾ എന്തായാലും തിരിച്ചു പോകുമ്പോൾ അത് കാണാം. അപ്പം ഭക്ഷണം കഴിക്കാൻ നിർത്തിയേക്കാണ്. തേക്കടിയിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ തേക്കടിയിൽ ആ ഭാഗം കണ്ടില്ല. ഇവിടെ പോകാൻ പിടുത്തമില്ല. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കേരള ഹോട്ടൽ കണ്ടിട്ടുണ്ട്. ആ കേരള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നേക്കാണ്. കമ്പം കയറിയിട്ടില്ല, കമ്പത്തിന് അടുത്തെത്താറായി. അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. മുന്തിരിത്തോട്ടത്തിനകത്ത് കയറിയിട്ടില്ല, വണ്ടി കറക്റ്റ് അതിന് മുന്നിൽ പാർക്ക് ചെയ്തു. അന്ന് ഞാൻ ബാംഗ്ലൂരിലെ വീഡിയോയ്ക്ക് അത് കാണിച്ച എനിക്ക് കയറാൻ പറ്റാണ്ട് പോയ ആ മുന്തിരിത്തോട്ടത്തിലാണ് നമ്മൾ ഇന്ന് ആദ്യം കയറാൻ പോകുന്നത്. MSR മുന്തിരിത്തോട്ടം. അപ്പം നേരെ MSR മുന്തിരിത്തോട്ടത്തിലേക്ക് പോവാം. അഭിജ പോയേക്കാം. അപ്പൊ ശരി, നേരെ മുന്തിരിത്തോട്ടം. കുരുവുള്ളതാ. MSR ഗ്രേപ്സിന്റെ കാവൽക്കാരനാണ് തോന്നിയിരിക്കുന്നത്. അതെ, നല്ല പച്ച മുന്തിരിങ്ങ ഉണ്ടോ? പച്ച മുന്തിരിങ്ങ കിളുത്ത് വരുന്നത്. അത് എന്താ നമ്മൾ കഴിക്കാൻ പാകമായി വരുന്നതേ ഉള്ളൂ.
എങ്ങനെയുണ്ടാവേ? എനിക്കിത് കണ്ടിട്ടങ്ങനെ എന്ത് രസമാണ്. എല്ലാവരും ഫോട്ടോ വെക്കുകയാണ്. ഞങ്ങളിപ്പോൾ രാവിലെ വന്നതുകൊണ്ട് കേട്ടോ, ഇവിടെ മറ്റേ ഫ്രഷ് മുന്തിരി ജ്യൂസൊക്കെ കിട്ടുന്നതാണ്. പക്ഷെ ഞങ്ങൾ നല്ല നേരത്തെ വന്നു, 9 മണിയായപ്പോൾ തന്നെ വന്നു. 10 മണിയാണ് കണക്ക് കൂട്ടിയെങ്കിലും നമ്മൾ നേരത്തെ വന്നു. അപ്പോൾ ഇതെന്തായാലും ഞങ്ങൾ കണ്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ആവുമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെന്ന് പറഞ്ഞു അത് മുമ്പ്. ആദ്യമായിട്ട് കാണാണോ അമ്മയാ? ദേവു ആദ്യമായിട്ട് കാണുവാണോ? മോൻ കാണിച്ച ദേവുവിന്റെ എങ്ങനെ മുന്തിരിത്തോട്ടം കാണാൻ? നല്ല രസമാണ്. ആണോ? പക്ഷെ മറ്റേ ഇത് മറ്റേ കുരുവില്ലാത്ത ടൈപ്പ് അല്ല, ഇത് മറ്റേ കുരുവുള്ളതല്ലേ? ഇത് വലിയ മുന്തിരിയാണ്. അപ്പുറം ഇഷ്ടംപോലെ അതാണ് ഒത്തിരി മുന്തിരിങ്ങയുണ്ട്. ഇതിവിടെ ആണ് നല്ല മുട്ട മുന്തിരിങ്ങ കിടക്കുന്നത് കണ്ടോ. അതാണ് ഇവരുടെ വേര് കെട്ടിയിട്ടേക്കുന്നത്. നമ്മൾ പക്ഷേ ഇവിടെ നുഴഞ്ഞു കയറി ഫോട്ടോ എടുക്കും കേട്ടോ. അമ്മ എങ്ങനെ ഉണ്ടോ മുന്തിരിത്തോട്ടം? എന്റെ പൊന്നു മോനെ, എനിക്ക് അങ്ങനെ കണ്ടിട്ടുണ്ട്. 53 വയസ്സായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ കാണുന്നത്. അയ്യോ അത് പഠിച്ചോ അമ്മ തല്ലു. അമ്മ തല്ലു. അങ്ങനെ നമ്മൾ MSR മുന്തിരിത്തോട്ടം കണ്ടു അല്ലേ കേശു? അങ്ങനെ ഇവിടുന്ന് ഒരു കെട്ട് മുന്തിരിങ്ങ മേടിച്ചുകൊണ്ട് നേരെ വണ്ടിയിലേക്ക് പോവാണ്. വെള്ളമുള്ളിടത്തെ ആന, ഇവിടെ ആനയില്ല. പുലിയുണ്ട് പക്ഷെ. രാമക്കൽമേട് പോകുന്നിടയ്ക്ക് തൊലി പൊളിച്ചത് മതി നമുക്ക്. പോയ വഴിക്ക് വാളംപുളി കണ്ടിറങ്ങിക്കുവാണ്. അമ്മ വാളംപുളി തപ്പാൻ തുടങ്ങിയിട്ട് കുറച്ച് ആളായി. അപ്പം അങ്ങോട്ട് പോയ ഞങ്ങൾ തിരികെ വന്ന് നമ്മൾ അവിടുന്ന് പഠിച്ച് പുലി കുത്തിയതാണ്. എവിടെ അവിടെ പുലി കുത്തി കാണുന്നു. ഇവിടെ പുലി കുത്തിയെന്ന് പറ്റുമോ? നമ്മളപ്പം കമ്പത്തുള്ള മുന്തിരിത്തോട്ടങ്ങളെല്ലാം കണ്ടു. രണ്ട് മുന്തിരിത്തോട്ടവും കണ്ടു. അതിലൊന്നിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളൂ, കാരണം രണ്ടും കാണാൻ സെയിം ആണല്ലോ. പിന്നെ ഞങ്ങൾ സുരുളി വാട്ടർഫാൾസിൽ പോയി. പക്ഷേ അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് ഓപ്പൺ അല്ല. ചുമ്മാ അവിടെ കയറി പാറക്കെട്ട് കണ്ടിട്ട് വരാമെന്നുള്ളതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ വന്ന നഷ്ടമാണ്, വെറുതെ കയറണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു അമ്പലമുണ്ട്. ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അമ്പലത്തിലും കയറിയില്ല. അപ്പോൾ പിന്നെ തേനി പോകണമെങ്കിൽ തേനിക്ക് ഇവിടെ കമ്പത്തുനിന്ന് ഏകദേശം 45 കിലോമീറ്ററോളം യാത്രയുണ്ട് തേനിയിലോട്ട്. തേനിയിൽ ഇപ്പോൾ ചെന്നാലും വലുതായിട്ടൊന്നും ഇല്ല, പച്ചക്കറി മാർക്കറ്റൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പം ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ വാട്ടർഫോൾസ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ നേരെ രാമക്കൽമേട് പോകാമെന്ന് വിചാരിച്ചു. ദേവു എന്തിനാ